ഫ്രണ്ട് സ്റ്റോറി ആയിട്ട് പോവാ. ടൈറ്റിൽ മനസ്സിലായി, മൈ ഐഡൽ ബോയ് ആൻഡ് ഇന്ത്യൻ ഗേൾ. ഓക്കെ, ഇത് കുറച്ച് ഏജ്. ജങ്കുക്ക് 25 വയസ്സ്, ഹീറോയ്ക്ക് 16 വയസ്സ്. നമ്മളെ ഹീറോയിൻ്റെ പേരാണ് പ്രിയ. അതെ, നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. പ്രിയ പ്രിയ എന്നെ വിളിക്കാതെ, പ്രിയ കണ്ടിക്കൊന്നുമില്ല. ഈ പ്രിയ എന്നെ പറഞ്ഞ പ്രിയയുടെ ഒരു ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. പ്രിയയുടെ മണ്ടിക്കോ എന്ന് വന്നു വീണ. ആരത് തലക്ക് വലിച്ചെറിഞ്ഞ? എന്താ ഒരു പേപ്പറാണല്ലോ, എന്തായിരിക്കും ഇതിൽ? എടി പ്രിയ, ജനലൊരുക്കം നോക്ക്. ആരായിട്ട് കേടാ ഏടാ എന്നത് പ്രിയ നോക്കായിരുന്നു. ആരാ തീർന്ന ഷോക്ക്. ചേട്ടാ, എന്താ എന്താ വാട്ടി വാട്ടി എന്താ ഈ ബോർഡിൽ എഴുതി വായിക്കുക? BTS. BTSാ? അതെന്താ എന്ന് പറയുന്നത്? എന്താ വരാൻ പോവാ ബോർഡിൽ എഴുതി വയ്ക്കുക. ഞാനായിട്ട് ഒരു പ്രിൻസിപ്പൽ നടന്നു പോയതായിരുന്നു. പ്രിൻസിപ്പൽ നടുവയച്ചിട്ട് ഇത് നല്ല നോക്കായിരുന്നു. എന്താ ചേട്ടാ എന്ന് ചോദിക്കായിരുന്നു. BTS ഇന്ത്യക്ക് വരാൻ പോവാ, BTS ഇന്ത്യക്ക് വരാ ജോലി എന്ന് പറയായിരുന്നു. ഇങ്ങനെ കൈവെക്കണം. ഇവിടെ ആരത് മുണ്ടാതെ, ഞാൻ അനിയത്തിയോട് മുണ്ടാ എഴുതാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം എന്ന് പറയണം. ചേട്ടാ അങ്ങോട്ട് നോക്ക് എന്ന് പറയാം. എന്തടി എന്താ വിടി എന്നെ കുറേ നേരം. അയ്യോ അച്ഛ, എന്താടാ ഇവിടെ ചെയ്യുന്നേ? മുറക്കായിരുന്നു. ഒന്നില്ല അച്ഛ എന്ന് പറയായിരുന്നു. അതായത് പ്രിൻസിപ്പൾ മാത്രമല്ല, കോളേജ് പറഞ്ഞ കോളേജല്ല ഹീറോയിൻ്റെതാണ്. ഹീറോയിൻ്റെ ഡാഡിയാണ് കോളേജ് സ്കൂളിലാണ് ഹീറോയിൻ്റെ ചേട്ടൻ വന്നത്. ചേട്ടനെ കാണാൻ വേണ്ടി വന്നത്. ഇവൻ എവിടേക്കാ ഓടുന്നത് എന്ന് പറഞ്ഞ അച്ഛൻ ഫോളോ ചെയ്ത് വരുന്നത്. എല്ലാം മണ്ടത്തരം കണ്ടായിരുന്നു. അർജുൻ എന്താട്ടാ അച്ഛാ. അതെ, രണ്ടുപേരെ പ്രിൻസിപ്പളായിരിക്കും. കോളേജിൽ പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിയാണ് ചെയർമാൻ. പ്രിൻസിപ്പളോടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ ചെയർമാൻ പറഞ്ഞ ഹീറോയിൻ്റെ മമ്മിയാണ്. പ്രിൻസിപ്പളും ഓൾറെഡി ഉണ്ട്. പ്രിൻസിപ്പളും മാത്രമേ ഉണ്ടാവും. അച്ഛാ ഇത് വീട് തീർച്ചയായിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കായിരുന്നു. കോതി പിടിച്ച് തീരുമാനം തുടങ്ങിയായിരുന്നു. അച്ഛാ ഒന്നുമില്ല. എന്താടാ അത്? ബോർഡ് നോക്കുക. ഓ, BTS വരെ ഇന്ത്യക്ക് വരാൻ പോവാ. അതെ അച്ഛാ. എല്ലാത്തും കയറുന്നത് നീയടാ. നിൻ്റെ അനിയത്തിന് വിടക്കാക്കുന്ന എല്ലാം നീയാ. എല്ലാം അതും മേങ്ങി കൊടുക്കുക ഇതും മേങ്ങി കൊടുക്കുക. എടാ എൻ്റെ ഞാൻ 10,000 രൂപ വെച്ചിട്ട് പോയത് കപ്പോട്ടിൽ നോക്കും. 10,000 രൂപ കാണില്ല. എല്ലാം നീ എടുത്തതാ. അതെ അച്ഛാ എന്ന അച്ഛക്ക് സർപ്രൈസ് ഉണ്ട് അച്ഛാ എന്ന് പറയണം. അച്ഛ, ആ 10,000 രൂപ എൻ്റേതല്ലേ? അതെടാ നിൻ്റെ 10,000 രൂപ. അച്ഛനോടല്ലേ ഞാൻ പറഞ്ഞത്, മറന്നുപോയി അച്ഛാ എന്ന് ഫാഷൻ പറയായിരുന്നു. എടാ 10,000 രൂപ എടുത്തോ, അതിന് നിനക്ക് അവിടെ വെക്കാം എന്ന് പറയായിരുന്നു അച്ഛനെ. അത് സീക്രട്ട് റൂമിൽ വെക്കാൻ പറയായിരുന്നു. മറന്നു അച്ഛാ. ഇല്ലടാ, പണം അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെച്ചത്, സോറിടാ എന്ന് പറയുന്നു. എപ്പോഴാ വരാൻ പോവാ അച്ഛാ? എൻ്റെ അനിയത്തിക്ക് അവരെ കാണാൻ ഭയങ്കര ആഗ്രഹം അച്ഛാ. പ്ലീസ് അച്ഛാ. ശരിടാ നീ പോയി എൻ്റെ അനിയത്തിക്കാട്ടെ എന്ന് പറയാം. അച്ഛാ ടേൺസ് അച്ഛാ. ശരി പോ എന്ന് പറയായിരുന്നു. ഹീറോയെ പറയുന്നു, ചേട്ടാ പെരുസമ്മർ കണ്ടിട്ട് വരാൻ പോവാ അച്ഛാ. അച്ഛൻ വരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഹാപ്പി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ. ഹീറോയ്ക്ക് 16 വയസ്സായി. അതെ, ഹീറോയി പറഞ്ഞ +1 പഠിക്കുന്നത്. നമ്മൾ ഹീറോയി എല്ലാം റെഡിയായിട്ട് ഹീറോയി എന്നിട്ട് ജോലിയായിട്ട് അങ്ങനെ പെരുസമ്മർ കാണാൻ വേണ്ടി ഹീറോയി നൈറ്റായ ഹീറോയി നല്ല പാട്ട് പാടിയോ ഇങ്ങനെ ഉറങ്ങായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ബോയ് ഫുൾ കവർ ചെയ്ത് വരായിരുന്നു. അങ്ങനെയായിട്ട് ഫുൾ കവർ ചെയ്യുമ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് വരായിരുന്നു. അങ്ങനെ ചക്കര ഓടി പാഞ്ഞിടുമായിരുന്നു. ഒരു വീടുണ്ട്. അപ്പാ എവിടുന്ന തപ്പിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ഒരു ഡോർ തുറന്നിട്ടായിരുന്നു. സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ഹീറോയിൻ്റെ റൂമാണ്. അത് പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് റൂം മതി, അത് വെളിയിൽ വരാൻ പറ്റുമോ സ്റ്റെപ്പ്. ഹീറോയി തുറന്നതിന് വലിയ റൂമൊക്കെ പോയായിരുന്നു. അപ്പാ ഇവിടെ ചേട്ടനിക്ക് വേണ്ടി സർപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയി റൂമിൽ പോയി. അത് റൂം തുറന്നിട്ടുണ്ടായിരുന്നു. ഹീറോയുടെ സീക്രട്ട് റൂം മതി. അത് പറഞ്ഞ വെളിയിലാണ് ഹീറോയി ഒരു ഓഫീസ് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഇതെന്താ ഒരു റൂം മാതിരിയുള്ള ജങ്കുക്ക് ഓടി വന്നതായിരുന്നു. ജങ്കുക്കായിരുന്നു അത് ഓടി വന്നത്. ഹീറോയുള്ള റൂമൊക്കെ ഓടി പോയായിരുന്നു. ജങ്കുക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ട് പറയായിരുന്നു. ഹീറോയി ഫോട്ടോ ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടിടായിരുന്നു. ഹീറോയെ പറയായിരുന്നു, പറഞ്ഞേക്കടി വേഗം വരണം. പൂജ അനു വേഗം കൊണ്ട് ഗിഫ്റ്റ്സ് എല്ലാം വരണോ, മനസ്സായോ? ശരിടി ഞങ്ങൾ വരാം. ചേട്ടനിക്ക് ഗിഫ്റ്റ് കൊടുക്കണോ? എന്താടി ഗിഫ്റ്റ്? അല്ല ചേട്ടനിക്ക് ഗിഫ്റ്റ്. എന്താ ഗിഫ്റ്റ്? അതെ, ചേട്ടൻ്റെ എൻ്റെ ബർത്ത്ഡേ വരാൻ പോവാ. ഇപ്പോഴല്ല, എൻ്റെ ബർത്ത്ഡേ മുമ്പ് നമുക്ക് ഗിഫ്റ്റ് റെഡിയാക്കിയാൽ പിന്നെ ചേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം, മനസ്സിലായോ? ശരി മച്ചി ഞങ്ങൾ വരാം എന്ന് പറയായിരുന്നു. ഹീറോയെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് വെച്ചോണ്ടൊക്കെ ചൊങ്ക് കൈ വെച്ചു
ഇതുണ്ടാക്കണ ആരാ നീ എന്നെ പറഞ്ഞ ചങ്കുക്കിന് വീട് നോക്കുമ്പോൾ ഷോക്കായിരുന്നു. ജങ്കൂക്ക് ചുമ്മാ ഷോക്കായി. അപ്പം നിനക്ക് തന്നെ അറിഞ്ഞോ? അത് അതെന്ന് പറയാൻ ഹീറോയിലായിരുന്നു. ആ എന്നെ ചങ്കുക്ക് വന്നായിരുന്നു എന്ന് പറഞ്ഞു. ഹീറോ ഷോക്കായിരുന്നു. ഹീറോയുടെ ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചങ്കു ഷോക്കായിരുന്നു. ജങ്കുക്കിനോട് ഇപ്പം എന്താ ചെയ്യാ? ഹീറോയുടെ ചേട്ടൻ വന്നായിരുന്നു റൂമുക്ക്. തുറന്നിട്ട് അയ്യോ തുറന്നിട്ടുണ്ടല്ലോ ഇപ്പം എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. ഹീറോ റൂമുണ്ടായിരുന്നു. ആ റൂമിൽ ചങ്കുക്കിനെ ലോക്ക് ചെയ്തായിരുന്നു. എവിടെ ഇരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് ഒരു റൂമുണ്ടായിരുന്നു, സീക്രട്ട് റൂം. ആ റൂമിൽ ജങ്കുക്കിന് ഇട്ടായിരുന്നു. അത് ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്താ ഇത്? ജങ്കുക്ക് നോക്കൂ, ജങ്കുക്ക് ഷാക്ക്. ജങ്കുക്കിന് ഫോട്ടോസ്, നിറയെ വീഡിയോസ്, ഒരു ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. ഓ എന്ന് പറയാം. അവിടെ ഒരു ബുക്ക്, ജങ്കുക്ക് ആ ബുക്ക് എടുത്ത് പഠിച്ചോളാം, കുറച്ച് നേരം പഠിച്ചോളാം എന്ന് പറഞ്ഞ ബുക്ക് എടുത്തായിരുന്നു. ഹീറോ ചേട്ടാ പറയായിരുന്നു, മോളെ പ്രിയ എന്താ ചെയ്യുക? ഒന്നില്ല ചേട്ടാ, ചേട്ടൻ്റെ വെളിയിൽ പോയിക്കോ ചേട്ടാ. ഒന്നില്ല, എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇവിടെ ഇത് ചെയ്യാം. ഡാഡിൻ്റെ ഓഫീസാണ്, ഇതിന് നീ എന്താ ചെയ്യുക? ആ ഒന്നില്ല ചേട്ടാ, അത് ഒന്നില്ല, കുറച്ച് ജോലി ചെയ്യാം. വെളിയിൽ കണ്ട അത് റൂം പോലെ കാണാം. അകത്ത് ഒരു സീക്രട്ട് റൂമുണ്ട്. അതെ, ഹീറോയ്ക്ക് ചേട്ടനിക്കു 3 പേർക്കും അത് സീക്രട്ട് റൂമുണ്ട്. ഹീറോ ചിരിച്ചിട്ട് പറയുന്നു, ചേട്ടാ പോ ചേട്ടാ, കോമഡി ഒന്നും കാട്ടാടാ എന്ന് പറയും. ശരി വേഗം വാ, വീട്ടിൽ അമ്മ വിളിക്കാം എന്ന് പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ പോയിരുന്നു. ജങ്കുക്ക് വായിക്കുമ്പോൾ ജങ്കുക്ക് ഫുൾ ഹീറോയിനെ കുറിച്ച് മൊത്തം അറിയായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ പേര് പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല നല്ല പേരാണ്. അതുമാത്രമല്ല ഹീറോയിൻ്റെ അതിൽ ഫോൺ നമ്പറുണ്ട്. ഹീറോയിൻ സ്കൂൾ പഠിക്കുകയാണെന്ന് ജങ്കുക്ക്. ഹീറോയിൻ്റെ ഡാഡിയും മമ്മീൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കിട്ടിയത് ഒക്കെ ചിരിക്കായിരുന്നു. സാറേ ഒക്കെ ജങ്കുക്ക് ആ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് മൊത്തം എടുത്തായിരുന്നു. ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു. അതിന് വാസോട്ട് ഓടിയായിരുന്നു. ഒന്നും അറിയാതെ മതി ചെയ്തായിരുന്നു. നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നാൽ? ഫാൻസ് വായിച്ചതാ. എരുന്നോ ഇവിടെ? ജങ്കുക്ക് കോൾ ചെയ്ത് വെച്ചായിരുന്നു. മാനേജർ വന്ന് വായി എന്ന് പറഞ്ഞ് ജങ്കുക്ക് അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയിനെ ഒരു ലുക്ക് ഇട്ടിട്ട് പോയിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല. അപ്പ സമാധാനം. അയ്യോ ഞാൻ സീക്രട്ട് റൂമിലിട്ടു, എന്തോന്ന് നോക്കിയോ? ഓപ്പ ബുക്ക് അങ്ങനെ എന്തുണ്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയി പോയിരുന്നു. ജങ്കുക്ക് സ്മരിച്ചത്, ഓഹോ ഇവള് എൻ്റെ ഫാൻ ഗോളാണോ എന്ന് ജങ്കുക്ക് ചിരിക്കുക.